നമസ്കാരം. ഗുരുകൃപയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധവും അതിശക്തവുമായ മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം. നിത്യേന ആയിരക്കണക്കിന് ഭക്തർ തങ്ങളുടെ മാനസികവും ശാരീരികവുമായ ദുരിതങ്ങൾക്ക് അറുതി വരുത്താൻ അമ്മയുടെ സന്നിധിയിലേക്ക് ഒഴുകിയെത്താറുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ചോറ്റാനിക്കര മേൽക്കാവിലെ ശാന്തരൂപിണിയായ അമ്മയെക്കുറിച്ചല്ല, മറിച്ച് പ്രപഞ്ചത്തിലെ സർവ്വ ദുഷ്ടശക്തികളെയും ദാരികനെ പോലെയുള്ള അസുരന്മാരെയും നിഗ്രഹിച്ച് ഭക്തർക്ക് അഭയമേകുന്ന ചോറ്റാനിക്കര കീഴ്ക്കാവിലെ ഉഗ്രസ്വരൂപിണിയായ ഭദ്രകാളിയുടെ ഉത്ഭവത്തെക്കുറിച്ചാണ്. ആ ചരിത്രത്തിന് പിന്നിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിസ്മയഭരിതമായ ഒരു കഥയുണ്ട്. കുംഭമാസത്തിലെ മകം നക്ഷത്രവും പൗർണമിയും ഒത്തുചേരുന്ന അതിവിശിഷ്ടവും പുണ്യനിർഭരവുമായ ഒരു ദിവസം ചോറ്റാനിക്കര ക്ഷേത്രാങ്കണം മുഴുവൻ ഭക്തരുടെ നാമജപങ്ങളാലും കർപ്പൂരഗന്ധത്താലും ഭക്തിസാന്ദ്രമായ ഒരു ദിവ്യ അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്നു നിൽക്കുന്ന സമയം. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മഹാത്മാവും ത്രികാലജ്ഞാനിയും സാക്ഷാൽ പരമാത്മാവിനെ പോലും പ്രകൃതി രൂപത്തിൽ ദർശിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ദേവഭക്തനുമായ വില്യമംഗലം സ്വാമിയാർ ചോറ്റാനിക്കര അമ്മയുടെ ദിവ്യ ചൈതന്യം നേരിട്ട് തൊഴുത് വണങ്ങാനായി അവിടെ എത്തിച്ചേർന്നു. ഭഗവതീ ദർശനത്തിന് മുന്നോടിയായി തന്റെ ശരീരവും മനസ്സും ഒരുപോലെ ശുദ്ധീകരിക്കേണ്ടതുണ്ടെന്ന് ആ മഹാത്മാവിന് അറിയാമായിരുന്നു. അതിനായി അദ്ദേഹം നേരെ നീങ്ങിയത് ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള വിശാലമായ ആ വലിയ തീർത്ഥക്കുളത്തിന്റെ പടവുകളിലേക്കായിരുന്നു. ചുറ്റും പ്രകൃതി ശാന്തമായിരുന്നു. വില്ലമംഗലം സ്വാമിയാർ മന്ത്രോച്ചാരണങ്ങളോടെ ആ പുണ്യ തീർത്ഥത്തിലേക്ക് ഇറങ്ങി. ജലത്തിൽ മുങ്ങി നിവർന്ന് സൂര്യഭഗവാനെ വണങ്ങി സ്നാനം ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കാലിൽ അസാധാരണമായ ഒരു വസ്തു തടഞ്ഞു. വെള്ളത്തിനടിയിൽ കിടക്കുന്ന കഠിനമായ ഏതോ ഒരു ശിലാഖണ്ഡം. ഒരു നിമിഷം സ്വാമിയാർ തന്റെ കണ്ണുകൾ അടച്ച് പ്രപഞ്ചശക്തിയെ ധ്യാനിച്ച് തന്റെ ദിവ്യദൃഷ്ടിയിലൂടെ ആ ശിലയിലേക്ക് നോക്കിയ അദ്ദേഹത്തിന് ശരീരം ആനന്ദാധിക്യത്താൽ രോമാഞ്ചം കൊണ്ടു. അതൊരു സാധാരണ കല്ലല്ലെന്ന് ആ മഹാത്മാവ് തിരിച്ചറിഞ്ഞു. അങ്ങേയറ്റം ഭയഭക്തി ബഹുമാനങ്ങളോടെ അദ്ദേഹം ആ തീർത്ഥക്കുളത്തിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങിത്താണു. കുളത്തിന്റെ അടിത്തട്ടിൽ നിന്നും തന്റെ ഇരു കൈകളിലുമായി ആ ദിവ്യശിലയെ കോരിയെടുത്ത് ജലപ്പരപ്പിന് മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചു. അത് കേവലം ഒരു ശിലയായിരുന്നില്ല. കണ്ണിമയ്ക്കാതെ നോക്കി നിന്നു പോകുന്ന അതിതേജസ്വിനിയായ ഒരു ചതുർബാഹു ഭദ്രകാളി വിഗ്രഹമായിരുന്നു അത്. നൂറ്റാണ്ടുകളായി ആരും അറിയാതെ ആ തീർത്ഥജലത്തിന്റെ അഗാധതയിൽ മറഞ്ഞു കിടക്കുകയായിരുന്നു ആ ഉഗ്രമൂർത്തി. ആ വിഗ്രഹത്തിൽ നിന്ന് വമിച്ചിരുന്ന ഉഗ്രവും ഭയാനകവും എന്നാൽ ഒരേ സമയം അമ്മയുടെ വാത്സല്യം നിറഞ്ഞതുമായ അപാരമായ ആ ദിവ്യ ചൈതന്യം വില്യമംഗലം സ്വാമിയാരെ പോലും ഒരു നിമിഷം അത്ഭുത പരതന്ത്രനാക്കി കളഞ്ഞു. ഈ വിഗ്രഹത്തിന്റെ അപാരമായ ഉഗ്രഭാവം മനസ്സിലാക്കിയ സ്വാമിയാർ ആഴത്തിൽ ചിന്തിച്ചു. നിലവിൽ ചോറ്റാനിക്കര മേൽക്കാവിൽ കുടികൊള്ളുന്നത് ശാന്തരൂപിണിയായ സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന രാജരാജേശ്വരി ദേവിയാണ്. അതിനാൽ രൗദ്രഭാവം പൂണ്ടു നിൽക്കുന്ന ഈ ഭദ്രകാളി വിഗ്രഹത്തെ മേൽക്കാവിലെ ശാന്ത അന്തരീക്ഷത്തിൽ പ്രധാന ക്ഷേത്രമതിലിനകത്ത് പ്രതിഷ്ഠിക്കുന്നത് ശാസ്ത്രീയമായി ശരിയല്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. അദ്ദേഹം ഒട്ടും സമയം കളയാതെ തന്റെ ശിഷ്യഗണങ്ങളെയും അവിടുത്തെ പ്രമുഖരെയും അടിയന്തരമായി വിളിച്ചുകൂട്ടി. വിഗ്രഹത്തിൽ നിന്നുള്ള ഉഗ്രത കുറയ്ക്കുന്നതിനും ഭക്തർക്ക് ദർശനം സുഗമമാക്കുന്നതിനുമായി ആ തീർത്ഥക്കുളത്തിന്റെ കിഴക്കേ കരയിൽ തന്നെ അദ്ദേഹം സ്ഥാനം നിശ്ചയിച്ചു. പ്രധാന ക്ഷേത്രത്തിന് അഥവാ മേൽക്കാവിന് കൃത്യമായി അഭിമുഖമായി പടിഞ്ഞാറോട്ടേക്ക് ദർശനം നൽകിക്കൊണ്ട് ആ ഭദ്രകാളി വിഗ്രഹം സ്വാമിയാർ അവിടെ പ്രതിഷ്ഠിച്ചു. പ്രപഞ്ചത്തിലെ സർവ്വ ദുഷ്ടശക്തികളെയും രോഗപീഠകളെയും ആഭിചാര ദോഷങ്ങളെയും സംഹരിക്കാൻ പോന്ന ആ ഉഗ്രമൂർത്തിയെ കുടിയിരുത്തിയ ആ പുണ്യസന്നിധിയാണ് പിന്നീട് ചരിത്രത്തിൽ ചോറ്റാനിക്കര കീഴ്ക്കാവ് എന്ന പേരിൽ പ്രശസ്തമായത്. കീഴ്ക്കാവിൽ അമ്മ പൂർണ്ണമായും ഉഗ്രരൂപിണിയാണ്. ഭക്തരുടെ മേൽ ബാധിച്ചിരിക്കുന്ന ദുഷ്ടശക്തികളെയും നശീകരണ ശക്തികളെയും ആവാഹിച്ച് ഭസ്മമാക്കുക എന്നതാണ് അമ്മയുടെ ഈ ഭാവത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ചോറ്റാനിക്കരയിൽ ദർശനം നടത്തുന്നതിന് കൃത്യമായ ഒരു നിയമവും ചിട്ടയുമുണ്ട്. ആദ്യം മേൽക്കാവിലെ ശാന്തരൂപിണിയായ രാജരാജേശ്വരി അമ്മയെ തൊഴുത് മനസ്സിന് ശാന്തിയും അനുഗ്രഹവും വാങ്ങി പാപങ്ങൾ കഴുകിക്കളയണം.
അതിനുശേഷം മാത്രമേ ഭക്തർ കീഴ്ക്കാവിലേക്ക് ഇറങ്ങി ദർശനം നടത്താൻ പാടുള്ളൂ എന്നാണ് നൂറ്റാണ്ടുകളായി പിന്തുടരുന്ന ക്ഷേത്രചിട്ട. എങ്കിലേ ദർശനം പൂർണ്ണമാകൂ എന്നാണ് വിശ്വാസം. ചോറ്റാനിക്കരയുടെ ചരിത്രത്തെയും കീഴ്ക്കാവിനെയും ലോക പ്രശസ്തമാക്കുന്ന ഏറ്റവും വലിയ സവിശേഷത എന്താണെന്നറിയാമോ? അത് ഇവിടുത്തെ പാത ഒഴിപ്പിക്കൽ ചടങ്ങുകളും വിസ്മയകരമായ പാലമരവുമാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തിന് പോലും കൃത്യമായി ഉത്തരം നൽകാൻ കഴിയാത്ത മാനസിക അസ്വസ്ഥതകൾ, വിട്ടുമാറാത്ത ഭയങ്ങൾ, ദുർമന്ത്രവാദങ്ങളുടെയും ആഭിചാരങ്ങളുടെയും ഫലമായി ഉണ്ടാകുന്ന കഠിനമായ ബാധോദ്രവങ്ങൾ എന്നിവയ്ക്ക് പരിഹാരം തേടി ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും പതിനായിരക്കണക്കിന് ഭക്തരാണ് ദിവസേന കീഴ്ക്കാവിലെത്തുന്നത്. ഭഗവതിയുടെ ദർശനമാത്രയിൽ തന്നെ ശരീരത്തിൽ ആവേശിച്ചിരിക്കുന്ന ദുഷ്ടശക്തികൾ ഇളകിത്തുള്ളാൻ തുടങ്ങുമെന്നാണ് പറയപ്പെടുന്നത്. തുടർന്ന് ഭഗവതിയുടെ ദിവ്യ ചൈതന്യത്താൽ ആ ബാധകളെല്ലാം ഒഴിഞ്ഞു പോവുകയും ആ ദുഷ്ടശക്തികളെ കീഴ്ക്കാവിലുള്ള വലിയ പാലമരത്തിൽ ഇരുമ്പാണി അടിച്ച് തളയ്ക്കുകയും ചെയ്യുന്നു. ഇതിൽ ഏറ്റവും അത്ഭുതകരമായ കാര്യം, ബാധ ബാധിച്ച ഭക്തർ തങ്ങളുടെ സ്വന്തം നെറ്റികൊണ്ടാണ് ആ ഇരുമ്പാണികൾ മരത്തിലേക്ക് അടിച്ചു കയറ്റിയിരുന്നത് എന്നതാണ്. ആ സമയത്ത് അവർക്ക് യാതൊരുവിധ വേദനയോ പരിക്കുകളോ ഉണ്ടായിരുന്നില്ല എന്നതും ഇന്നും യുക്തിക്ക് നിരക്കാത്ത ഒരു ഈശ്വരീയ വിസ്മയമായി അവശേഷിക്കുന്നു. കീഴ്ക്കാവിലെ ഭക്തിയുടെ പരകോടി ദർശിക്കാൻ സാധിക്കുന്ന ചടങ്ങാണ് വലിയ ഗുരുതി. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടും ചടങ്ങുമാണ് വലിയ ഗുരുതി. ശുദ്ധമായ ചുണ്ണാമ്പും മഞ്ഞളും നിശ്ചിത അളവിൽ ചേർത്തുണ്ടാക്കുന്ന രക്തത്തിന്റെ നിറമുള്ള വലിയൊരു ദ്രാവകമാണിത്. മേൽക്കാവിലെ അത്താഴ പൂജയെല്ലാം കഴിഞ്ഞ് ക്ഷേത്രനട അടച്ച ശേഷമാണ് കീഴ്ക്കാവിൽ ഈ ചടങ്ങ് ആരംഭിക്കുന്നത്. 12 വലിയ കൊക്കരണികളിൽ, അതായത് വലിയ പാത്രങ്ങളിൽ തയ്യാറാക്കുന്ന ഈ ഗുരുതി ഭഗവതിക്ക് അർപ്പിക്കുന്ന ദൃശ്യം അതീവ ഭയാനകവും എന്നാൽ ഒരേ സമയം വലിയ ഭക്തി നിറയ്ക്കുന്നതുമാണ്. നമ്മുടെ ജീവിതത്തിലെ സർവ്വ ദുരിതങ്ങളും ശത്രുദോഷങ്ങളും കണ്ണീറുകളും മാറാവ്യാധികളും അകറ്റാൻ ഈ ഗുരുതി ദർശനം സഹായിക്കുമെന്ന് ഭക്തർ ഉറച്ചു വിശ്വസിക്കുന്നു. വില്യമംഗലം സ്വാമിയാർക്ക് വിഗ്രഹം ലഭിച്ച ആ തീർത്ഥകുലം പിന്നീട് ഭഗവതിയുടെ ഈ ഉഗ്രഭാവവുമായി ബന്ധപ്പെട്ട് ഐതിഹ്യങ്ങളിൽ രക്തകുളം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ദേവി നിഗ്രഹിച്ച ദുർദേവതകളെയും യക്ഷികളെയും ഈ കുളത്തിലാണ് മുക്കി താഴ്ത്തിയത് എന്നും ഒരു വിശ്വാസമുണ്ട്. ഭക്തജനങ്ങളെ, വില്യമംഗലം സ്വാമിയാരുടെ ആ വരവും ആ തീർത്ഥകുളത്തിൽ നിന്നുള്ള വിഗ്രഹലഭ്യവും കേവലം ഒരു യാദൃശ്ചികതയായിരുന്നില്ല. കാലാകാലങ്ങളായി ദുരിതകയത്തിൽ മുങ്ങി ശ്വാസം മുട്ടുന്ന അനേകായിരം മനുഷ്യർക്ക് ആശ്വാസമേകാനും അവരെ സംരക്ഷിക്കാനും പ്രപഞ്ചശക്തി തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു വലിയ കാവ്യനീതിയായിരുന്നു അത്. ഇന്ന് ചോറ്റാനിക്കര കീഴ്ക്കാവിലമ്മ ലക്ഷക്കണക്കിന് ഭക്തർക്ക് കണ്ണീരൊപ്പുന്ന അഭയകേന്ദ്രമാണ്. ചോറ്റാനിക്കര കീഴ്ക്കാവിൽ അമ്മയുടെ അപാരമായ ചൈതന്യവും അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ? അമ്മയുടെ കാരുണ്യം എങ്ങനെയാണ് നിങ്ങളുടെ ജീവിത രീതിയെയോ ചിന്തകളെയോ മാറ്റിമറിച്ചത്? നിങ്ങളുടെ വിലപ്പെട്ട അനുഭവങ്ങളും അഭിപ്രായങ്ങളും ദയവായി താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ആത്മീയമായ ഒരു അനുഭൂതി സമ്മാനിച്ചുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ആത്മീയ കഥകളും ക്ഷേത്ര ഐതിഹ്യങ്ങളും യഥാസമയം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ ഗുരുകൃപ എന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അടുത്ത ഒരു പുണ്യചരിത്രവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.